നല്ല മടി പിടിച്ചിരിക്കുന്ന ടൈമിൽ പെട്ടെന്നൊരു ചോക്ലേറ്റ് ക്രേവിങ്സ് ഒക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കണ്ടൻസ് മിൽക്ക് കൂടെ ഒന്ന് ആഡ് ചെയ്യാം, 1 ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക്. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിത് ഓവനിലൊന്ന് വെച്ചിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു 5 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കുറച്ച് വെള്ളം നനച്ചിട്ട് ഇത് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ല എങ്കിൽ ന്യൂട്രലയോ അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് പതിയെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുക. ഇനി ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട, അതുപോലെ കുറച്ച് പാല്, വാനില എസൻസ്, ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാര, ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ബ്രെഡ് നമുക്ക് ഇതിലോട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമലി കഴിക്കുന്നതിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.